നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു ഫീൽ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ്, ജെൻറ്റ്ലെസ്സാണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആവുക കേട്ടോ. അപ്പം അത് നിങ്ങളിലാണ് കൂടുതലും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക. കാരണം ഒരു ബാഡ് കർമ്മ, നെഗറ്റീവ് എനർജി നിങ്ങൾ കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ആവശ്യമുള്ളവർ അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ആവശ്യങ്ങൾക്ക് നമുക്ക് വേണ്ട പ്രാധാന്യം അർഹിക്കുന്ന നമ്മളുടെ ലൈഫിലേക്ക് വേണ്ട പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ക്യൂൻ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. സാമ്പത്തികപരമാകുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന, അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സുകൾ, ഒരുപാട് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിടെ ആ ഒരു പൊസിഷൻ, നിങ്ങൾ ഏത് സ്ഥാനത്താണോ ഏറ്റവും കൂടുതൽ ശോഭിക്കേണ്ടത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താവാനാണോ ആഗ്രഹിക്കുന്നത്, എവിടെ എത്തണമെന്നാണോ ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസായ, ഏറ്റവും മനസ്ഥിതിയോടുകൂടി കണക്റ്റ് ചെയ്തു പോകുന്ന വ്യക്തികളാണ്. എന്നാൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ശരിക്കും പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളുടെ എനർജിയാണ് ഇതിൽ കണക്റ്റഡായി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു അധ്വാനത്തിൻ്റെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമഫലം ലഭിക്കാൻ പോകുന്ന, നിങ്ങൾ എന്ത് കാര്യത്തെയാണോ അമിതമായി ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിലേക്കാണോ കൂടുതൽ മാനിഫെസ്റ്റിംഗ് പവർ കൊടുക്കുന്നത്, അതായത് എപ്പോഴും നിങ്ങളുടെ മനസ്സ് ഏത് കാര്യത്തെക്കുറിച്ചാണോ അമിതമായി ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. അതായത് ഒരു ബ്ലെസ്സിങ്സ് എനർജി വരുന്നു നിങ്ങളിലേക്കെന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഒരു സെക്യൂരിറ്റി എനർജി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ കാണാനുള്ള, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില പ്രകൃതിയിൽ തന്നെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിട്ട്, മനോഹരമാകുന്ന ചില കാഴ്ചകൾ നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കും, അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ളത്. അതുപോലെ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, എന്തായിത്തീരാൻ അല്ലെങ്കിൽ എന്ത് ലഭിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചില പോസിറ്റീവാകുന്ന സൈനുകൾ നിങ്ങളെ തേടി ഇന്നത്തെ ദിവസം വരുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും ഒരു സെലിബ്രേഷൻ, അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ട് ഇന്ന് കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കി ഒന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തു പോകാനൊക്കെ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുവെന്നും മറ്റുള്ളവർ അതിനെക്കുറിച്ച് പോസിറ്റീവായൊരു അഭിപ്രായം നിങ്ങളെക്കുറിച്ച് പറയാൻ സാധ്യതയുള്ളതും അത് നിങ്ങൾക്ക് മാനസികപരമായിട്ട് കുറച്ച് സന്തോഷം നൽകുന്ന ദിവസമൊക്കെ ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ശരിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഡൗൺ എനർജിയിൽ നിന്ന വ്യക്തികളാണ്. അൻസൈറ്റി വളരെ ശക്തമായിട്ട് പിടിപെട്ടിട്ടുള്ള, അതുപോലെ എപ്പോഴും നെഗറ്റീവാകുന്ന ചില ഇൻഡ്യൂഷൻ എനർജികൾ, അതായത് പോസിറ്റീവാകുന്ന പല കാര്യങ്ങളെയും നിങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ നെഗറ്റീവാകുന്ന ചില ഗൈഡൻസുകൾ നിങ്ങളുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നൽകിക്കൊണ്ടിരുന്ന വ്യക്തികളെന്ന് പറയാൻ പറ്റും. മാത്രവുമല്ല നിങ്ങളെ സംബന്ധിച്ച് എല്ലാത്തിനോടൊരു ഭയമായിരുന്നു, ഒരു പേടിയുള്ളൊരു എനർജി ആയിരുന്നു. നിങ്ങൾക്ക് എന്ത് കാര്യം ഒരാളോട് തുറന്ന് സംസാരിക്കാനാണെങ്കിലും എന്ത് കാര്യം പ്രവർത്തിക്കാനാണെങ്കിലും
നിങ്ങൾക്ക് വളരെ ഭയം തോന്നുന്ന ചില എനർജിയിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം ഒരു കോൺഫിഡൻസ് എനർജിയാണ് കേട്ടോ. ചില പുതിയ തുടക്കങ്ങൾ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസം വരുന്നുണ്ട്. മുന്നോട്ടേക്ക് പോകാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും, എന്നെക്കൊണ്ട് സാധിക്കുന്ന ചില പവർ എനർജികൾ എന്നിലുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നലുകൾ നിങ്ങളിലേക്ക് വരുന്ന ദിവസമാണ്. മാത്രവുമല്ല, ലീഗൽപരമായ എന്തെങ്കിലും മാറ്ററുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു സമാധാനം ലഭിക്കുന്ന ഒരു ഒരു ശാന്തമാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബേസൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ്, ഒരു പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങൾ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തുണ്ടാവുന്നുണ്ട്. ജീവിതത്തിൽ ചില പുതിയ പ്ലാനിങ്ങുകളൊക്കെ മനസ്സിൽ തോന്നുകയും പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരു പുതിയ തുടക്കം വേണം ലൈഫിൽ. ഇങ്ങനെ പേടിച്ചും പിന്മാറിയൊന്നും നിൽക്കുന്നതിൽ കാര്യമില്ല. ഒരു വിശ്വാസം വേണം ജീവിക്കാൻ. അതായത് ചിലരുടെ ഒരു ക്യാരക്ടറാണ്, എന്തു ചെയ്യുമ്പോഴും വിശ്വാസമില്ലായ്മ. അവൻ പറ്റിക്കുമോ, ഇവൻ പറ്റിക്കുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ നഷ്ടപ്പെടുമോ. ചെറിയ നഷ്ടങ്ങളൊക്കെയാണ് നമുക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ടേക്ക് പോകുക. എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവണം. പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് വിജയത്തിനൊരു സുഖം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു എനർജി ചേഞ്ചിങ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ. ഇന്ന് ചിലപ്പോൾ കുറച്ച് എനർജികളിലേക്കൊക്കെ നോക്കുമ്പം ഒരു പേരൻസിൻ്റെയൊക്കെ ഒരു എനർജിയിലാവാം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം കൂടുതൽ കണക്ട് ചെയ്യുന്ന വ്യക്തികളാവാം. ചെറിയൊരു ഉപദേശമൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. കുറച്ചൊരു ഹാർഡ് വർക്ക് നിങ്ങളിന്ന് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ഒരു നേതൃത്വത്തിൽ കുറച്ച് അധ്വാനം, അല്ലെങ്കിൽ കുറച്ച് ചില കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പ് വരുത്തുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ഒരു ന്യായം ലഭിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസൊക്കെ, ഒരു ന്യായമൊക്കെ നടത്തേണ്ടി വരുന്നത്. ചിലപ്പോൾ ആരെങ്കിലും കുറിച്ചൊക്കെ ഉള്ളൊരു ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു മധ്യസ്ഥതയൊക്കെ പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇന്നൊരു ഒരു ഒത്തുകൂടി ചേർന്ന് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കാര്യങ്ങൾ, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പൂർണ്ണതയിലേക്ക് വരുത്താൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ പേരൻസിനുമായിട്ടൊക്കെ ഉള്ളൊരു മധ്യസ്ഥത ആയിരിക്കാം. ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഫ്യൂച്ചറിലേക്ക് വേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാവാം. എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ്, അല്ലെങ്കിൽ ഒരു ഉപദേശം എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ആ ഒരു ഒതുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് പുറത്ത് കടക്കണമെന്നുള്ള ഒരു തീരുമാനത്തിനാണ് കേട്ടോ. അതായത് ഒരു ഇടുങ്ങിയ ചിന്താഗതി, അല്ലെങ്കിൽ ഉള്ളത് മതി എന്ന് ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തിറങ്ങുക, പുറത്ത് കടക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും, സക്സസ് വരും. സ്റ്റാർ എനർജിയിലേക്കൊക്കെ കുറേ ആളുകളെ സംബന്ധിച്ച് പോകാൻ പറ്റും. അതായത് നമ്മളുടെ കയ്യിലുള്ളതിൽ നിന്ന് ചെറിയൊരു ലോസോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്കൊരു ചേഞ്ചിങ് ഒക്കെ വരുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയമുണ്ടാകുന്നത്. നമ്മളെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോട് നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചെറിയ വിട്ടുവീഴ്ചകളും ചെറിയ നഷ്ടങ്ങളുമൊക്കെയാണ് ജീവിതത്തിൽ ഒരു മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ഗൈഡൻസ്, ആ ഒരു ഒരു തിരിച്ചറിവ് നിങ്ങൾക്കിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിന്ന് ഇവിടെ ഡിലേ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന, കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട്. അതായത് ഒരു ഫൈറ്റിംഗ് പോലുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾ കുറച്ച് ഫൈറ്റിംഗ് ചെയ്ത് നോക്കിയ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കുറച്ച് വീഴ്ചകളും ഒരു ഒരു ഭയവും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങളൊരു സ്തംഭനാവസ്ഥയിൽ നിന്ന ചില സിറ്റുവേഷൻസുകളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ, ഇനിയിപ്പം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങളാവാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്ന ചില കാര്യങ്ങളാവാം. ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം, ഒരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട്. ഒരു സ്റ്റാർ എനർജിയിലൊക്കെ ശോഭിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ അതിലും നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്. നിങ്ങളുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇന്നത്തെ ദിവസം കുറച്ച് കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ കൺഫ്യൂഷനെ നിങ്ങൾ പൂർണ്ണമായിട്ടും തുടച്ച് നീക്കുക എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വരുന്നുണ്ട്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ കുറവ് കൊണ്ടോ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചു, നഷ്ടം സംഭവിച്ച സിറ്റുവേഷൻസ്
നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളാവാം, കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള ചില പ്രോബ്ലംസുകൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഗാർഡിയൻ എനർജിയിലാണ് ഇന്ന് നിൽക്കേണ്ടത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഗാർഡിയൻ എനർജി, അതായത് ഉത്തരവാദിത്തങ്ങൾക്കൊരു പൂർണ്ണത കൊടുക്കേണ്ടി വരുന്നുണ്ട്. ചില ഇടങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചകൾ ഒന്ന് ക്ഷമിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു മാനസിക ഉല്ലാസമാണ് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചൊരു ഇച്ചിരി വിട്ടുവീഴ്ച നൽകുകയും ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായിട്ടും പൂർണ്ണത നിങ്ങളുടെ ഉത്തരവാദിത്തം ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് എനർജിയും ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി, ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്. അതുപോലെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് റോങ് ആയിട്ട് ഫീൽ ചെയ്തതാവാം, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിശ്വാസക്കേടിൻ്റെ പുറത്തോ മറ്റെന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു റിലേഷൻ്റെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു റിയൂണിയൻ എനർജിയിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതും നിങ്ങളെ സംബന്ധിച്ചൊരു എംപറർ എനർജിയുടെ പ്രസൻസ് ആണ് അവിടെയും കാണുന്നത്. നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ലഭിക്കുന്നു, നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്തെന്നാണ് കാണുന്നത്. അതായത് ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നു എന്ന് തന്നെ പറയാം അല്ലേ. നമ്മൾ ഒരു തെറ്റ് ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെടുക എന്നത് ഏറ്റവും വലിയ ദുഃഖകരമാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു തെറ്റിദ്ധരിക്കപ്പെടലിൽ നിന്നും മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരിക എന്നത് ഏറ്റവും ഒരു സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണത ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ആ ഒരു സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. കുറച്ച് വ്യക്തികളുടെ എനർജിയിൽ ടവർ എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫോക്കസ് എനർജി അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജി, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന്, ഒരു ഗുഡ് ന്യൂസിനായിക്കോട്ടെ, പുതിയ ബിസിനസ് പരമായ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, എഡ്യൂക്കേഷൻ പരമായിക്കോട്ടെ, കരിയർ പരമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് വാങ്ങുന്നതോ ഹെൽത്ത് പരമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ അമിതമായി ഫോക്കസ് ചെയ്തു എങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത, നിങ്ങളുടെ ലൈഫിൽ അത് ലൈഫ് ലോങ് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ യോഗമില്ലാത്തൊരു കാര്യം നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നുണ്ട് കേട്ടോ. ഡിവൈൻ്റെ എനർജിയിൽ ഡിവൈനായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അതിനകത്ത് പൂർണ്ണമായും നിങ്ങളുടെ സമയവും കഴിവുമെല്ലാം പ്രയോഗിച്ച് ഒരു ടോപ്പ് എനർജിയിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു സ്ട്രെസ് റിലീഫിങ് എനർജിയാണ്. അത് എടുത്തു മാറ്റപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ പകുതി പ്രോബ്ലംസ് അവസാനിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ട പോലത്തെ ഒരു ശ്വാസം നേരെ വീണ ഒരു എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ അപ്പം വീർപ്പ് മുട്ടി തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ, എടുത്തു മാറ്റപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഒരു സ്ട്രെസ് റിലീഫിങ് എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു മാനസിക പിരിമുറുക്കവും ഒരു ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാം അവസാനിച്ച് നിങ്ങൾ സ്വതന്ത്രമാകുന്ന ഒരു എനർജിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ റിലേഷൻ എനർജിയിലേക്ക് അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ്, ഒരു തെറ്റിദ്ധാരണ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. മറ്റാരുടെയൊക്കെ ഒരു ഇടപെടൽ കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ ഫൈറ്റിംഗ് എനർജി കണക്റ്റഡ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാതെയോ കേൾക്കാൻ പോലും തയ്യാറാവാതെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്നൊരു വ്യക്തി നിങ്ങളിൽ നിന്നും മാറിപ്പോകാനുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതൊരു മറ്റു വ്യക്തികൾ നൽകിയ തെറ്റായ ഗൈഡൻസിൻ്റെ ഫലമായിട്ടാണ് എന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു പവർ ലോസിങ് എനർജി അല്ലെങ്കിൽ ഒരു നിരാശ ഇന്നത്തെ ദിവസം നേരിടേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. നമ്മൾ ഓവർകം ചെയ്യുക. ആ ദിവസം ഇപ്പോൾ ഏത് സമയവും അത് ചേഞ്ച് ആകും. നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കപ്പെടുമെന്നുള്ളത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ.
അതുപോലെ ഹൈറോഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് പുതിയ ഒരു കാര്യം, പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ, അതായത് നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എന്തെങ്കിലും എന്താ പറയുക, ഇപ്പം നമുക്കൊരു ഇൻഡ്യൂഷൻ എനർജിയെ ബേസ് ചെയ്ത് ഏതെങ്കിലും വ്യക്തിയുമായിട്ടൊരു ഗൈഡൻസ് തേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈഡൻസിന് നിങ്ങൾ പോകുന്നത്, അതായത് ഒരു പവർഫുള്ളാകുന്ന ഒരു കാര്യത്തിന്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫൈറ്റിംഗ് എനർജീനെ ബേസ് ചെയ്ത് ആരെങ്കിലുമായിട്ടുള്ള ഒരു എതിർപ്പായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം, പുതിയൊരു കാര്യം നേരിടാൻ വേണ്ടിയിട്ട്, തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ദൈവികമാകുന്ന പാതയിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ഗൈഡൻസിന് ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചേർന്നുള്ള എന്തെങ്കിലും ഒരു തർക്കത്തിന് ഇന്ന് നിങ്ങൾക്ക് ദൈവിക പാതയിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ ഗൈഡൻസ്, നമ്മുടെ പുരോഹിതന്മാരിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു മധ്യസ്ഥതയോട് കൂടിയുള്ള ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായി തീരുന്നതായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ഒരു മാറ്റത്തിൻ്റെ സമയമാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ചൊരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ കുറച്ച് ആളുകളുടെ എനർജി പോകേണ്ടതായിട്ടുണ്ട്. ഒരു സ്തംഭന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നും സക്സസ് ആവണമെന്നും, പക്ഷെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ആക്ഷൻ എടുക്കണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജി നിങ്ങളിൽ എപ്പോഴും ഒരു സ്റ്റക്നെസ് വരുത്തുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ജീവിതത്തിൽ വിജയിക്കണം, സക്സസ് ആവണമെന്ന്, പക്ഷേ ആഗ്രഹത്തിനൊപ്പം അവിടെ എത്താൻ പറ്റാത്തൊരു എനർജി കാണുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കുറച്ചൊരു സ്പിരിച്വൽ എനർജിയിലേക്ക്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് വരാനുണ്ട്. കുറച്ച് ദൈവീകമാകുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങളുടെ മാർഗ തടസ്സങ്ങൾ മാറാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ദൈവീകമാകുന്ന പാതയിലേക്ക് ഒന്ന് മാറുക, ഒരു ഹീലിംഗ്, ഒരു പോസിറ്റിവിറ്റി നിങ്ങളിൽ നിറയ്ക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ അമിതമായി ചിന്തിക്കുന്നത്, അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആണ് എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഫാമിലിപരമായിട്ടൊക്കെ ഇന്ന് വളരെ പോസിറ്റീവായിട്ട് ഒത്തുചേരുക, ഒരു ഹാപ്പിനെസ്, സന്തോഷം, മറന്ന് എല്ലാവരോടും ഒത്തൊന്ന് കൂടാനൊക്കെ പറ്റുന്ന ഒരു നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ. ഹെൽപ്ഫുൾ പീപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരുടെ ഒരു സഹായം ചോദിക്കേണ്ട സമയമാണ് നിങ്ങളുടേത്. ആളുകളെ ഒന്ന് സഹായിക്കുക, മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നൊക്കെയുള്ളൊരു എനർജിയാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊരു മിഥ്യാ എനർജിയിൽ അല്ലെങ്കിൽ ഒരു രാഹു ദോഷം എനർജിയിൽ പെട്ട് നിൽക്കുന്നുണ്ട്. അത് ഇമോഷണലി നിങ്ങളെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുമായിട്ടൊന്ന് ഇണങ്ങി ചേരുക, അതായത് ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഒന്ന് കൂട്ടുകൂടുക, ഒരുമിച്ചൊരു യാത്ര ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചില നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. കുടുംബപരമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യത്തിൽ സമാധാനപരമായിട്ട് വേണം ആക്ഷൻ എടുക്കാനെന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം എന്തെങ്കിലും തർക്കമോ കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും ടെൻഷനോ മറ്റേ വ്യക്തികളിൽ നിന്ന് ഇറിറ്റേഷൻ പരമാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യാനാണ് കേട്ടോ പറയുന്നത്. അതായത് ഒരു ചെറിയ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന കാര്യം, ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു യാത്രയായിക്കോട്ടെ, കരിയർ പാതയായിക്കോട്ടെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, അതെല്ലാം ഈ വരുന്ന നിയർ ഫ്യൂച്ചറിലേക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. അത് നിങ്ങൾക്കുള്ളതാണ് എന്നാണ് ഗൈഡൻസ്.